പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാരാനാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ചയുടെ ഏവൻഗേലിയോൻ വായനയുടെ ധ്യാനങ്ങളിലൂടെ നമ്മൾ കടന്നു പോന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ നമ്മൾ ഈ ഞായറാഴ്ചയുടെ വായനയുടെ പഴയ നിയമഭാഗങ്ങൾ ധ്യാനിച്ചു പോന്നു. ഇന്ന് നമ്മൾ പൊതുവിനെഴുതിയ ലേഖനവും പൗലോസിൽ എഴുതിയ ലേഖനവും വായിച്ച് സുവിശേഷ ഭാഗവും വായിച്ച് ധ്യാനിക്കുവാനായിട്ട് പ്രാർത്ഥിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ഈ സമയത്തെ നമുക്ക് ഒന്ന് സമർപ്പിച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി തിരുസന്നിധിയിൽ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ട ആശയങ്ങളും ഞങ്ങൾക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കുന്ന രീതിയിലേക്ക് ഈ വായനയും ഈ ധ്യാനവും ക്രമീകരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഈ അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സാക്ഷീകരിച്ച ഈ വചനങ്ങളൊക്കെയും ഞങ്ങൾക്ക് ആത്മനിറവോടുകൂടി സ്വീകരിച്ച് ആത്മാവിൽ പ്രഘോഷിക്കുവാൻ ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിവിധരെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പുതിയ ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ച ലേഖനങ്ങളിൽ നിന്ന് ക്രമീകരിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 26 മുതൽ 39 വരെ വാക്യങ്ങളും, രണ്ടാമത്തെ ലേഖനം എഫേസ്യർ 6-10 മുതൽ 24 വരെ വാക്യങ്ങളുമാണ്. നമുക്ക് അല്പസമയം ഒന്ന് ധ്യാനിച്ചു പോകാം. ഇസ്രായേലിനോട് പൗലോസ്ലീഹ ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ വായിക്കുന്നത്. അല്ലയോ സഹോദരന്മാരെ, അബ്രാഹാമിൻ്റെ വംശസന്താനങ്ങളും അവരോട് ചേർന്നുള്ള ദൈവഭക്തന്മാരുമേ, നിങ്ങൾക്കായിട്ട് തന്നെയാണ് ജീവവചനം അയക്കപ്പെട്ടത്. അല്ലയോ സഹോദരന്മാരെ, അബ്രാഹാമിൻ്റെ വംശസന്താനങ്ങളും അവരോട് ചേർന്നുള്ള ദൈവഭക്തന്മാരുമേ, നിങ്ങൾക്കായിട്ട് തന്നെയാണ് ജീവവചനം അയക്കപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ എല്ലാ മനുഷ്യരും ദൈവം തിരഞ്ഞെടുത്തവരാണെന്നും ദൈവത്തിൻ്റെ പ്രത്യേക ജനമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ രക്ഷയ്ക്ക് പൂർണ്ണമായ യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ ആ ജീവൻ്റെ വചനത്തെ അവർ സ്വീകരിക്കേണ്ടതായിരുന്നു, അവർ മുറുകെ പിടിക്കേണ്ടതായിരുന്നു എന്ന് ഒരാഹ്വാനമാണ് കൊടുക്കുന്നത്. എന്നാൽ യെരൂശലേം നിവാസികളും അവരുടെ പ്രധാനന്മാരും ആ വചനത്തെയും ശാബത്ത് തോറും വായിക്കപ്പെട്ടിരുന്ന ദീർഘദർശനങ്ങളെയും അറിയാതെ അവനെ ശിക്ഷിക്കുകയും എഴുതപ്പെട്ടിരിക്കുന്ന സകലതും നിവർത്തിക്കുകയും ചെയ്തു. ഈ വചനത്തെ അവർ സ്വീകരിച്ചില്ല. അവർക്ക് വേണ്ടിയായിരുന്നു അത്. പ്രിയമുള്ളവരെ, ഇപ്പോൾ തന്നെ നമ്മൾ തന്നെ ഇന്ന് പരിശോധിക്കാം. ഇന്ന് ഈ കേൾക്കുന്ന വചനം, ഇത് മുൻകാലങ്ങൾ കേട്ടുകൊണ്ടിരുന്ന വചനം, ഇനിയും കേൾക്കാനുള്ള വചനം എല്ലാം നമുക്ക് വേണ്ടിയാണ് ഇത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ എത്ര പേര് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്? ഒരു ദേവാലയത്തിൽ തന്നെ വിശുദ്ധ ആരാധന ആരംഭിക്കുമ്പോൾ എത്ര പേര് ദേവാലയത്തിനകത്തുണ്ട്? ഈ ലേഖനങ്ങൾ വായിക്കുന്ന സമയത്ത് എത്ര പേരുണ്ട്? ഈ പഴയ നിയമ വായനകൾ വായിക്കുന്ന സമയത്ത് എത്ര പേരുണ്ട്? സുവിശേഷം വായിക്കുന്ന സമയത്ത് എത്ര പേരുണ്ട്? ഇനി മനുഷ്യൻ്റെ സൗകര്യാർത്ഥം സുവിശേഷ പ്രസംഗം കുർബാന കഴിഞ്ഞ സമയത്തേക്ക് മാറ്റിവെച്ചു. എന്നിട്ട് കേൾക്കാൻ നേരത്ത് എത്ര പേര് പള്ളിക്കകത്തിരിക്കുന്നുണ്ട്? എല്ലാം നശിപ്പിക്കുകയാണ്. സ്വയം അവനവനെ തന്നെ നശിപ്പിക്കുകയാണ്. ദൈവവചനത്തോട് മറുതലിക്കുകയാണ്. ദൈവവചനത്തോട് മുഖം മറയ്ക്കുകയാണ്. സുവിശേഷ പ്രസംഗത്തിനായിട്ട് പ്രാസംഗികൻ ഒരുങ്ങുമ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് പോയി കഴിയുകയാണ് ദേവാലയങ്ങളിൽ. സാധാരണ മനുഷ്യരൊന്നും അവിടെ ഇല്ല.
പിന്നെ ധ്യാന കേന്ദ്രങ്ങൾ, അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലത്തൊക്കെ മനുഷ്യൻ്റെ കഷ്ടപ്പാടും ദുരിതങ്ങളും മാറാൻ വേണ്ടി വചനം കേൾവിക്കായിട്ട് പോവുകയാണ്. സാധാരണ മനുഷ്യർ, ആവറേജ് സാമ്പത്തിക ശേഷിയിലോ ബുദ്ധിപരമായോ ആരോഗ്യപരമായോ ഒക്കെ ജീവിക്കുന്നവർക്കൊക്കെ ഈ വചനത്തോട് മറുതലിപ്പാണ്. അത് അന്നത്തെ പോലെ തന്നെയാണ് ഇന്നുമെന്ന് തിരിച്ചറിയുക. ആർക്കു വേണ്ടി വചനം അയക്കപ്പെട്ടുവോ അവരതിനെ തിരസ്കരിച്ചുവെന്ന് ശ്ലീഹ പറയുകയാണ്. അത് ദീർഘദർശനങ്ങളെയും എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാതെ, മനസ്സിലാക്കാതെ അങ്ങനെ ചെയ്യുമെന്ന് എഴുതപ്പെട്ടത് നിവർത്തിക്കുകയാണ് അവർ ചെയ്തത്. കൊല്ലുവാൻ തക്കവണ്ണം യാതൊരു കാരണവും കാണാതിരിക്കെ അവനെ കൊല്ലണമെന്ന് അവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ വചനം ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ കൊല്ലുവാൻ തക്കവണ്ണം യാതൊരു കാരണവും കാണാതിരിക്കെ, ഇതൊരു ന്യായാധിപതി കണ്ടതാണ്. ജനങ്ങളെ കൊല്ലണമെന്ന് ആക്രോശിച്ചപ്പോൾ നീതിബോധമുള്ള ഒരു ന്യായാധിപതി കണ്ടതാണ്, നിങ്ങൾ പറയുന്ന ഒരു കുറ്റവും ഞാൻ ഇദ്ദേഹത്തിൽ കാണുന്നില്ല എന്ന്. നിങ്ങൾ പറയുന്ന ഒരു കുറ്റവും ഞാൻ ഇദ്ദേഹത്തിൽ കാണുന്നില്ല. കുറ്റവാളികളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്നവരാണ് ന്യായാധിപന്മാരും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ. അതുകൊണ്ടാണ് അവർ കുറ്റവാളികളെയൊക്കെ പിടിക്കുന്നത്. പലപ്പോഴും അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുഷ്ട ലാക്കുകൊണ്ടൊക്കെ നിരപരാധികൾ പിടിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുള്ളതല്ലാതെ ബാക്കി എല്ലായിടത്തും കുറ്റവാളികൾ തന്നെയാണ് പിടിക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ന്യായാധിപതി ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടും അവനെ കൊല്ലണമെന്ന് അവർ ഈ പീലാത്തോസിനോട്, ന്യായാധിപതിയോട് അപേക്ഷിക്കുകയാണ്. എന്താണ് ഈ പറഞ്ഞ കുറ്റങ്ങളൊക്കെ? സത്യസന്ധമായും നീതിയോടെയും നേരോടെയും ജീവിക്കണമെന്ന് പറഞ്ഞു. അതാണ് കുറ്റം. സത്യസന്ധമായി നേരോടെ നീതിയോടെ ജീവിക്കണമെന്ന് പറഞ്ഞു. അതാണ് ഇവർ പറയുന്ന കുറ്റം. കള്ളു കുടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, ദുർനടപ്പ് പാടില്ല, അശുദ്ധി പാടില്ല, ദുഷ്കാമം പാടില്ല, വിഗ്രഹാരാധന പാടില്ല, പണക്കൊതി പാടില്ല, അസൂയ പാടില്ല, അഹങ്കാരം പാടില്ല. ഇങ്ങനെ അരുത് എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ആകണമെന്ന് ആഗ്രഹിച്ച്, അതിൻ്റെ ഏറ്റവും അങ്ങേ അറ്റം വരെ പോകണമെന്ന് ആഗ്രഹിച്ച് നടന്ന ആളുകളുടെ ഇടയിൽ അത് പുച്ഛമായി തോന്നി. പിന്നെ മനസാക്ഷിക്ക് ഭയങ്കര കുത്തുമായി. ഇവൻ ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഞങ്ങളുടെ അനീതിക്ക് കൂട്ടുനിൽക്കാൻ ആരും ഉണ്ടാകുകയില്ല, ഞങ്ങൾക്കാരും ചൂഷണം ചെയ്യാൻ ആളുകൾ ഉണ്ടാവില്ല, ജനമെല്ലാം അവൻ്റെ കൂടെയാണ്, അണികളുണ്ടാകുകയില്ല, നേതാക്കന്മാർ മാത്രം ഉണ്ടാകുകയുള്ളൂ എന്ന് സ്വയം വിചാരിച്ച് അവനെ കൊല്ലണമെന്ന് വിളിച്ചു പറഞ്ഞു. ഇന്നും ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ എന്ന് പരിശോധിക്കുക. തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരുന്നത് സർവവും അവർ തികച്ച ശേഷം അവർ അവനെ കുരിശിൽ നിറക്കി ഒരു കല്ലറയിൽ അടക്കം ചെയ്തു. എന്നാൽ ദൈവമാകട്ടെ അവനെ മരിച്ചവരുടെ നിന്ന് എഴുന്നേൽപ്പിച്ചു. അവൻ ഗലീലായിൽ നിന്ന് അവനോടുകൂടി യെരുശലേമിലേക്ക് പോകുന്നവർക്ക് വളരെ ദിവസങ്ങൾ കാണപ്പെട്ടു. അവരത്ര ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവന് സാക്ഷികളായിരിക്കുന്നത്. പുതിയ ഒരു സംഭവം ആരംഭം കുറിച്ചു. എന്താണ്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ഈ പേടിച്ചരണ്ടു പോയ ശിഷ്യന്മാർ ഇപ്പോൾ ധൈര്യപൂർവ്വം നിന്ന് പ്രസംഗിക്കുകയാണ്. എന്താണ് പ്രസംഗിക്കുന്നത്? നീ എൻ്റെ പുത്രനാണ്, ഞാനിന്ന് നിന്നെ ജനിപ്പിച്ചു എന്നിങ്ങനെ 2-ാം സങ്കീർത്തനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ.
ദാവീദിലുള്ള വിശ്വാസമായ കൃപ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള പ്രകാരം വീണ്ടും നാശം അനുഭവിക്കാതിരിക്കാൻ അവനെ ഇപ്രകാരം ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. സ്വന്തം പുണ്യവാനെ ദ്രവത്വം കാണുവാൻ നീ സമ്മതിച്ചില്ല എന്ന് വേറൊരു സങ്കീർത്തനത്തിലും പറഞ്ഞിട്ടുണ്ട്. ആകയാൽ ഞങ്ങളും സഹോദരന്മാരെ അവൻ മൂലമായി തന്നെ നിങ്ങൾക്ക് വേണ്ടി പാപമോചനം പ്രസംഗിക്കപ്പെടുന്നുവെന്നും അവനിൽ വിശ്വസിക്കുന്നവരെല്ലാം അവൻ മൂലം മോശയുടെ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ സാധിക്കാതിരുന്ന സകലത്തിൽ നിന്നും നീതീകരിക്കപ്പെടുന്നുവെന്നും അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ യേശുവിനെ കൊന്നുവെങ്കിലും നിങ്ങൾക്കിനിയും പശ്ചാത്താപിച്ച് മടങ്ങി വരാൻ അവസരമുണ്ട്. നിങ്ങളുടെ പ്രതീക്ഷയ്ക്കും നിങ്ങളുടെ പിടിയിലും അവൻ നിന്നില്ല. അവൻ എന്നെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അരിമത്യാക്കാരൻ ജോസഫിൻ്റെ കല്ലറയിൽ നിന്ന് കർത്താവ് അവനെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ, യേശുവേ നന്ദി. ആ കർത്താവ് അവനെ എഴുന്നേൽപ്പിച്ചു. ഇതാ അതിൻ്റെ സാക്ഷികളായി ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ വായനയിലേക്ക് പ്രവേശിക്കാം. ഇനിയും പൗലോസിലെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് പറയുന്നത്, ഇനിയും എൻ്റെ സഹോദരന്മാരെ നമ്മുടെ കർത്താവിനാലും അവൻ്റെ മഹാബലത്താലും ആകൽ കർസായുടെ തന്ത്രങ്ങളെ എതിർത്ത് നിൽപ്പാൻ പ്രാപ്തിയുള്ളവരാകേണ്ടതിന് സകല ദൈവിക ആയുധങ്ങളെയും ധരിച്ചുകൊള്ളുവിൻ. ഇനിയും സഹോദരന്മാരെ നമ്മുടെ കർത്താവിനാലും അവൻ്റെ ശക്തിയാലും അവൻ്റെ മഹാബലത്താലും നിങ്ങൾ ശക്തി പ്രാപിക്കാൻ, സാത്താൻ്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽപ്പാൻ പ്രാപ്തിയുള്ളവരാകേണ്ടതിന് സകല ദൈവിക ആയുധങ്ങളെയും ധരിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ പോരാട്ടം മാംസരക്തങ്ങളോടല്ല, ശരീരരക്തങ്ങളോടല്ല നമുക്ക് പോരാടാനുള്ളത്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, മാംസത്തിന് മാംസം, ഇങ്ങനെയല്ല. നമുക്ക് പോരാടുവാനുള്ളത് സാത്താനും അവൻ്റെ ശക്തികളോടുമാണ്. മത്സര ജഡരക്തങ്ങളോടല്ല, അർക്കവോസന്മാരോടും ശാലീത്തന്മാരോടും അന്ധകാരമയമായ ഈ ലോകത്തിലെ അധിപന്മാരോടും ആകാശത്തിന് കീഴിലുള്ള ദുരാത്മാക്കളോടുമാണ്. ഈ ലോകത്തിൻ്റെ പ്രഭുത്വങ്ങളോടാണ് നമുക്ക് പോരാടാനുള്ളത്. ഈ ലോകത്തിൽ കർത്താവിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുന്ന ദുഷ്ടാത്മസേനകളോടാണ്, ശത്രു സൈന്യങ്ങളെന്ന് പറയുന്ന പൈശാചിക ശക്തികളോടാണ് നമുക്ക് പോരാടാനുള്ളത്. പ്രാർത്ഥന കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ദുഷ്ടനോട് എതിർത്ത് നിൽക്കുവാനുള്ള പ്രാപ്തി ലഭിക്കേണ്ടതിന്, ഒരുങ്ങി നിൽക്കേണ്ടതിനുമായിട്ടും സകല ദൈവിക ആയുധങ്ങളും ധരിച്ചുകൊള്ളുവിൻ. ദൈവിക ആയുധങ്ങൾ ധരിക്കാനാണ് പറയുന്നത്. തോക്കെടുക്കാനോ വാളെടുക്കാനോ കടാരി എടുക്കാനോ ഒന്നും അല്ല പറയുന്നത്. മുഷ്ടി ഉയർത്താനൊന്നും അല്ല പറയുന്നത്. ദൈവിക ആയുധങ്ങൾ ധരിക്കുവിനെന്നാണ് പറയുന്നത്. എന്താണ് ദൈവത്തിൻ്റെ ആയുധങ്ങൾ? സത്യം കൊണ്ട് അരമുറുക്കുക, നീതിയാകുന്ന പടച്ചട്ട ധരിപ്പിൻ, സമാധാനത്തിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തെ കാലിന് ചെരുപ്പാക്കുവിൻ. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 59-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവിടുന്ന് നീതിയെ ഉരസ്ത്രാണമാക്കി രക്ഷയുടെ പടത്തൊപ്പി ശിരസിൽ വച്ചു. അവിടുന്ന് പ്രതികാരത്തിൻ്റെ വസ്ത്രം ധരിച്ചു, ക്രോധമാകുന്ന മേലങ്കി അണിഞ്ഞു. നീതിയെ ദൈവം തൻ്റെ എല്ലാമായിട്ട് കണക്കാക്കി. നമ്മളും എന്താ പറയുന്നത്, സത്യം കൊണ്ട് അരമുറുക്കുക എന്ന് പറയുന്നത്. യുദ്ധത്തിന് പോകുമ്പോൾ അങ്ങനെയാണല്ലോ, അരമുറുക്കി ബെൽറ്റൊക്കെ ഇട്ടിട്ടല്ലേ പോകുന്നത്.
പടച്ചട്ട അണിയും. ഇവിടെ അണിയാൻ പറയുന്ന പടച്ചട്ട എന്താണ്? നീതിയാകുന്ന പടച്ചട്ടയാണ്. കാലിൻ്റെ ചെരുപ്പ് എന്ന് പറയുന്നത് സമാധാന സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. വിശ്വാസമാകുന്ന പരിചയം എടുക്കാനാണ് പറയുന്നത്, തടുക്കുന്നത്. ദുഷ്ടൻ്റെ തീയമ്പുകളെയെല്ലാം കെടുത്തിക്കളയുവാൻ പ്രാപ്തരാകേണ്ടതിന് ഇവയ്ക്ക് പുറമെ വിശ്വാസമാകുന്ന പരിചയം നിങ്ങൾ എടുത്തുകൊള്ളുവിൻ. രക്ഷയാകുന്ന പടത്തൊപ്പി ധരിക്കുകയും ദൈവവചനമായ ആത്മാവിൻ്റെ വാൾ പിടിച്ചുകൊള്ളുകയും ചെയ്യുവിൻ. സത്യം കൊണ്ട് അരമുറുക്കണം, നീതിയുടെ പടച്ചട്ട ധരിക്കണം, സമാധാനത്തിൻ്റെ സുവിശേഷം കാലിന് ചെരുപ്പാക്കണം, ദുഷ്ടൻ്റെ തീയമ്പുകളെയെല്ലാം കെടുത്തിക്കളയുവാൻ പ്രാപ്തരാകേണ്ടതിന് വിശ്വാസമെന്ന പരിചയം എടുക്കണം, രക്ഷയുടെ പടത്തൊപ്പി ധരിക്കണം, ദൈവവചനമായ ആത്മാവിൻ്റെ വാളെടുക്കണം. സകല പ്രാർത്ഥനകളാലും സകല അപേക്ഷകളാലും സദാ ആത്മാവിലായിരിക്കണം, ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇതേ അനുഭവത്തിലുള്ള എല്ലാ വിശുദ്ധന്മാർക്കും വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ നേരവും പ്രാർത്ഥനയിലായിരിക്കണം. ജാഗരിച്ച് ഉറക്കളച്ചും പ്രാർത്ഥിക്കണമെന്നാണ്. ഞാൻ ചങ്ങല ധരിച്ചുകൊണ്ട് അതിൻ്റെ സ്ഥാനപതിയായിരിക്കുന്നുവോ, ഏതിൻ്റെ സ്ഥാനപതിയായിരിക്കുന്നുവോ ആ സുവിശേഷ മർമ്മത്തെ പരസ്യമായി ഘോഷിക്കുവാനും ഞാൻ വേണ്ടവണ്ണം ധൈര്യത്തോടുകൂടി സംസാരിപ്പാനും തക്കവണ്ണം വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാനുമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്ന് പറഞ്ഞാൽ സത്യ സുവിശേഷകരുണ്ടാകുന്നതിന് വേണ്ടി, സുവിശേഷകരെല്ലാം സത്യം പ്രഘോഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. സത്യം കൊണ്ട് അരമുറുക്കി നീതിയാകുന്ന പടച്ചട്ട ധരിച്ച് സമാധാന സുവിശേഷത്തിനുള്ള പാദരക്ഷയണിഞ്ഞ് വിശ്വാസത്തിൻ്റെ പരിചയമെടുത്ത് രക്ഷയാകുന്ന പടത്തൊപ്പി ധരിച്ച് ആത്മാവിൻ്റെ വാൾ പിടിച്ചുകൊണ്ട് സകല വിധത്തിലുള്ള പ്രാർത്ഥനകളും അപേക്ഷകളും ആത്മാവിൽ സമർപ്പിക്കുന്നവരാകുന്നതിനു വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു അനുഭവം നമുക്ക് സത്യമായിട്ടുണ്ടാകുവാൻ വേണ്ടി നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം. നമുക്ക് വീണ്ടും ഏവൻഗേലിയോനിലേക്ക് പ്രവേശിക്കാം. ഏവൻഗേലിയോൻ പ്രിയമുള്ളവരെ, പുതിയ ഞായറാഴ്ചത്തെ 3 വായനകളാണല്ലോ ഞാൻ നിങ്ങളെ ആദ്യം ഓർപ്പിച്ചത്. സന്ധ്യയുടെ, പ്രഭാതത്തിൻ്റെ, പിന്നെ ഏവൻഗേലിയോൻ സുവിശേഷത്തിൻ്റെ. അത് ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അത് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 25 വരെ വാക്യങ്ങളാണ്. 3 ഘട്ടങ്ങളിലായിട്ട് നമുക്കത് ക്രമീകരിച്ചു തന്നിരിക്കുന്നു എന്നുള്ളത് ഒന്ന് വായിച്ച് ധ്യാനിച്ച് കടന്നു പോകാം. ഹല്ലേലൂയ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന 1-ാമത്തെ ഞായറാഴ്ച യേശു വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണത്. സങ്കീർത്തന പുസ്തകം 18:10 ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: കെരൂബിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു, കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പാഞ്ഞു വന്നു. കെരൂബിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു, കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പാഞ്ഞു വന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: യേശു തമ്പുരാൻ തിബേരിയോസ് കടൽ തീരത്ത് വെച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷനായി. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കെരൂബിനെ വാഹനമാക്കി. മാലാഖമാരുടെ ചിറകുകളിൽ മേൽ അവൻ വഹിച്ചു, അവൻ വന്നു. ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷനായി. അവൻ പ്രത്യക്ഷപ്പെട്ടത് ഇപ്രകാരമായിരുന്നു: ശമൂൻ പത്രോസും ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന തോമായും ഗലീലായിലെ കൊത്തിനെ പട്ടണക്കാരൻ നഥാനിയേലും
സെബദീപുത്രന്മാരും ശിഷ്യന്മാരിൽ മറ്റു 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശമൂവൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങളും നിൻ്റെ കൂടെ വരാം എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് ഒരു പടവിൽ കയറി. ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. പക്ഷെ അവർക്ക് ജീവിതത്തെക്കുറിച്ച് ഒരു ഉറപ്പ് വരുന്നില്ല. എന്ത് ചെയ്യണം, ഏത് ചെയ്യണമെന്നറിയില്ല. 7 പേര് കൂടി അവരൊരുമിച്ചിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രായമായ അവരുടെ തലവനെന്ന് പറയുന്ന പത്രോസ്, ശീമോൻ പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. എത്ര നാളാണ് ഇങ്ങനെ വെറുതെ കളയുന്നതെന്ന് ചിന്തിച്ചിട്ടായിരിക്കാം യേശു പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ നല്ലൊരു സന്തോഷത്തിൻ്റെ അനുഭവമാണ്. പക്ഷേ എങ്കിലും മുന്നോട്ട് യേശു പറഞ്ഞതുപോലെയുള്ള തങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതിയും പ്ലാനും ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ആകെ ഒരു സംശയത്തിലാണ്. മുന്നോട്ട് എന്താ എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പില്ല. മീൻ പിടിക്കാൻ പോവുകയാണ്. ഇന്നും ദൈവവിളി കിട്ടിയ പലരും ഇടയ്ക്ക് വെച്ച് അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇടയ്ക്ക് വെച്ച് അവർ ലോകകാര്യങ്ങളിലേക്ക് മാറിപ്പോകാറുണ്ട്. ഈ ഭാഗം വായിക്കുമ്പോൾ ദൈവ വിളി കിട്ടിയവരാരെങ്കിലും പിന്തിരിഞ്ഞു പോന്നിട്ടുണ്ടെങ്കിൽ, സുവിശേഷ വേലക്കാരെങ്കിലും ഇറങ്ങിയിട്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പുനർവിചിന്തനത്തിന് സാധ്യതയുണ്ട്, സാഹചര്യമുണ്ട് ഈ വചനം കേൾക്കുമ്പോൾ. ഞങ്ങളും നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് അവർ പുറപ്പെട്ട് വഞ്ചിയിൽ കയറി. ആ രാത്രിയിൽ ഒന്നും അവർക്ക് കിട്ടിയില്ല. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. കാരണം അത് യേശു അവരോട് നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. യേശു തൻ്റെ കൂടെ ശിഷ്യന്മാരെ കൂടെ കൊണ്ട് നടക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. പിന്നെ ഒരിക്കൽ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മീൻ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഒന്നും കിട്ടിയില്ല. എന്നാൽ പടകിൻ്റെ വലത്തുവശത്ത് വലയിറക്കുമെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ വാക്കനുസരിച്ച്, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല, എന്നാൽ നിൻ്റെ വാക്കനുസരിച്ച് ഞങ്ങൾ വലയിറക്കാമെന്ന് പറഞ്ഞപ്പോൾ ധാരാളം മത്സ്യം അവർക്ക് കിട്ടിയതാണ്. ഈ രാത്രിയിലും അവർക്കൊന്നും കിട്ടിയില്ല. അവർക്കൊന്നും കിട്ടാഞ്ഞതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, അത് ദൈവിക പദ്ധതിയിൽപ്പെട്ട കാര്യമല്ല, അവരുടെ മാനുഷികമായ വിചാരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നാൽ അവർക്ക് പിന്തിരിയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുതം, ദൈവത്തിൻ്റെ ശക്തി, ദൈവം എല്ലാറ്റിനും മതിയായവനാണെന്ന് അവർക്കൊന്നും കൂടി കാണിച്ചു കൊടുക്കാൻ വേണ്ടി യേശു അവിടെ പ്രത്യക്ഷപ്പെടാൻ ഇരിക്കുന്നത് കൊണ്ട് അവരുടെ അധ്വാനം വൃഥാവായി എന്നുള്ളതാണ്. അധ്വാനിക്കുന്ന തൊഴിലാളികളും അധ്വാനിക്കുന്ന കർഷകരും മീൻപിടുത്തക്കാർ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. അവരവരുടെ അധ്വാനം ഏറ്റവും ശ്രേഷ്ഠമാണ്. പക്ഷേ ദൈവം അവരുടെ അധ്വാനത്തിന്മേൽ ഫലം തരണം. അത് ഒരു ധ്യാനമായിട്ട് എല്ലാവരും കാത്തുകൊള്ളുക. എല്ലാവരുടെയും അധ്വാനത്തിന് പൂർണ്ണത ലഭിക്കണമെങ്കിൽ, അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലത്തിലേക്ക് എത്തണമെങ്കിൽ, മനസ്സമാധാനത്തോടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കണമെങ്കിൽ, ദൈവമില്ലാതെയും പലരൊക്കെ അധ്വാനിച്ച് ധാരാളം വാരിക്കൂട്ടി സമ്പാദിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ സമാധാനമില്ല. അധ്വാനത്തിൻ്റെ അവസാനം സമാധാനമാണ്. മനുഷ്യൻ അധ്വാനിച്ച് വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയം വരുമ്പോൾ ആ സമയത്താണ് അവന് സമാധാനം വേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവർക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ ദൈവസ്നേഹം നിറയുന്നതിന് വേണ്ടിയുള്ള സാഹചര്യമായിരുന്നു, സമയമായിരുന്നു എന്നുള്ളതാണ്. യേശു തമ്പുരാൻ അവിടെ വന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, കടത്തിരുത്ത് വന്നു നിന്നു. യേശു തമ്പുരാൻ ആണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. അതും ഈ ശിഷ്യന്മാരുടെ ഒരു തത്രപ്പാടിൻ്റെയും അങ്കലാപ്പിൻ്റെയും ഒക്കെ ഭാഗമാണ്. എന്ത് ചെയ്യണം, ഏത് ചെയ്യണമെന്നൊന്നും അറിയില്ലാത്ത ഒരു വിഷമത്തിൽ യേശു അവർക്ക് അതിനു മുമ്പൊക്കെ പ്രത്യക്ഷപ്പെട്ടതാണ്. മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മുൻപ് പ്രത്യക്ഷപ്പെട്ടതാണ്. പക്ഷേ അവർക്ക് വീണ്ടും ഇത് യേശുവാണെന്നറിയാൻ കഴിയാതെ അവർക്കെന്തൊക്കെയോ പ്രശ്നങ്ങളിൽ അവരിങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. നമുക്കും
ഓരോ പ്രശ്നങ്ങളാവുമ്പോൾ നമ്മളുടെ ഇങ്ങനെ മനസ്സങ്ങൾ കലുഷിതമായിരിക്കുമ്പോൾ ദൈവവചനം പോലും നമുക്ക് വായിച്ചാൽ മനസ്സിലാകാൻ പറ്റാത്ത സമയങ്ങളുണ്ടാവും. പക്ഷെ ഭയപ്പെടേണ്ട, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവർ യേശുവിൻ്റെ സാന്നിധ്യം അവർക്ക് മനസ്സിലായില്ല. എന്നാൽ യേശു അവരോട് ഇപ്രകാരം പറഞ്ഞു. എന്ത് പറഞ്ഞു? കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ ഭക്ഷണം വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. അവർ അവനോട് ഇല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട് പടവിൻ്റെ വലതു ഭാഗത്ത് വല വീശുവിൻ, നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്രകാരം അവർ വീശി അതിലകപ്പെട്ട മത്സ്യങ്ങളുടെ പെരുപ്പ നിമിത്തം വലിച്ചു കയറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശുവിന് പ്രിയപ്പെട്ട ശിഷ്യൻ പത്രോസിനോട് അത് നമ്മുടെ കർത്താവാണെന്ന് പറഞ്ഞു. ശമൂൻ പത്രോസാകട്ടെ കർത്താവാണെന്ന് കേട്ടപ്പോൾ താൻ നഗ്നനായിരുന്നുകൊണ്ട് തൻ്റെ വസ്ത്രമെടുത്ത് അരയിൽ ചുറ്റിയിട്ട് കടലിൽ ചാടി യേശു അമ്പുരാൻ്റെ അടുക്കൽ ചെന്നു. മറ്റേ ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 300 മുഴത്തിലധികം ദൂരത്തിലായിരുന്നതുകൊണ്ട് അവർ ആ മത്സ്യവലയെ വലിച്ചുകൊണ്ട് പടക് വഴിയായി വന്നു. അവർ കരയ്ക്ക് കയറിയപ്പോൾ തീക്കനലുകൾ കൂട്ടിയിരിക്കുന്നതായും അവയിൽ മത്സ്യമിട്ടിരിക്കുന്നതായും കണ്ടു. കുറേ അപ്പവും ഉണ്ടായിരുന്നു. യേശു അമ്പുരാൻ അവരോട്, നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യങ്ങളിൽ കുറേ കൊണ്ടുവരുവിനെന്ന് പറഞ്ഞു. ശമോൻ കീപ്പ കയറി 153 വൻതരം മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞായ വലയെ കരയിലേക്ക് വലിച്ചു കയറ്റി. ഈ ഭാരങ്ങളുണ്ടായിട്ടൊന്നും വല കീറിയില്ല. ഈ ഭാഗത്തെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്, ഇത് ഈ 153 വലിയ മത്സ്യങ്ങളെന്ന് പറയുന്നത്, ഈ വല എന്ന് പറയുന്നത് സഭയാണെന്നും ഈ മത്സ്യങ്ങളെന്ന് പറയുന്നത് ലോകം മുഴുവനുള്ള സകലരും ആണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ചിന്ത, യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ, ഒന്ന്, ആദ്യം അവർ അറിഞ്ഞില്ലെങ്കിലും തൻ്റെ അരുമശിഷ്യനായിരിക്കുന്ന യോഹന്നാൻ അത് കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ പത്രോസിൻ്റെ ഭാവമാണ് നമുക്ക് ധ്യാനിക്കേണ്ടത്. പത്രോസ് അത് കേട്ടപ്പോൾ, കർത്താവാണെന്നറിഞ്ഞപ്പോൾ താൻ നഗ്നനായതുകൊണ്ട് തൻ്റെ അങ്കിയെടുത്ത് ചുറ്റി അവൻ കടലിലേക്ക് ചാടി നീന്തി യേശുവിൻ്റെ അടുത്ത് വന്നു. ശിഷ്യന്മാർ മറ്റുള്ളവരൊക്കെയും 200 മുഴത്തിൽ അധികം ദൂരത്തല്ലായിരുന്നുകൊണ്ട് വല വലിച്ചു കയറ്റി അവർ വന്നു. അപ്പോൾ അവിടെ തീക്കനലിൽ അപ്പവും മീനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏത് സമയത്തും നമ്മുടെ കർത്താവിന് നമ്മുടെ അധ്വാനത്തെക്കാളൊക്കെ അപ്പുറത്ത് കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കാൻ ഒരുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമാണെങ്കിൽ, നമ്മൾ ഭൗതികമായ അധ്വാനങ്ങൾ ചെയ്തില്ലെങ്കിലും, പറമ്പിൽ പണിയെടുക്കുന്നതോ കാർഷിക വൃത്തിയിലേർപ്പെടുന്നതോ ഉദ്യോഗ ജോലികളിലൊക്കെ പോകുന്നതോ ഒക്കെ വിട്ടുകളഞ്ഞിട്ടും ആളുകൾ ഇപ്പോൾ ജോലി ചെയ്യുന്നു. അന്നും ഇന്നും ഉണ്ടല്ലോ. കർത്താവ് പോറ്റുമെന്നാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇവരുടെ അധ്വാനത്തിൻ്റെ ഫലവും കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ഇപ്പോൾ പിടിച്ച മത്സ്യങ്ങളിൽ കുറേ കൊണ്ടുവരുവിൻ, അതുകൂടി കൊണ്ടുവന്നു. അപ്പോൾ രണ്ടും കൂടി യോജിപ്പിച്ചുള്ള കർത്താവ് നമുക്ക് നൽകുന്ന അപ്പവും നമ്മൾ അധ്വാനിച്ചതും കൂടി ചേർത്ത് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളൊരു ആഹ്വാനമാണ് കർത്താവ് നമുക്കിതിലൂടെ നൽകുന്നത്. അവർ ഈ മത്സ്യമെല്ലാം കയറ്റി ഇവിടെ വന്നു. നിങ്ങൾ വന്ന് ഭക്ഷണം കഴിപ്പീനെന്ന് യേശു പറഞ്ഞു. അതാരെന്ന് ചോദിപ്പാൻ ശിഷ്യന്മാരിൽ ഒരുവനും തുനിഞ്ഞില്ല. എന്നാൽ അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശുമ്പരാൻ അടുത്ത് വന്ന് അപ്പവും മീനും എടുത്ത് അവർക്ക് കൊടുത്തു. യേശുമ്പരാൻ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഇത് 3-ാം പ്രാവശ്യമായിരുന്നു. വീണ്ടും തുടർന്ന് പോവുകയാണ്.
പത്രോസിനോട് ചോദിക്കുന്നു. ഭക്ഷണം കഴിച്ച ശേഷം യേശു ചോദിക്കുകയാണ്, യോനായുടെ പുത്രനായ ശമോനെ, നീ ഇവരെക്കാൾ കൂടുതലായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നു പത്രോസിൻ്റെ സ്നേഹമാണ്. പത്രോസ് ആ വലയും ആ വള്ളവും ആ മീനും ശ്രദ്ധിക്കാതെ, കർത്താവാണെന്ന് അറിഞ്ഞപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ കടലിലൂടെ നീന്തി വരുന്നത്. അവനാണ് ഈ 7 പേരടങ്ങുന്ന സംഘത്തോട് പറഞ്ഞത്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണെന്ന്. അപ്പം മീനും അവൻ്റെ വള്ളവും അവൻ്റെ വലയും സമ്പത്തൊക്കെയാണ് പ്രധാനമെങ്കിൽ അവനത് കാത്തു സൂക്ഷിച്ച് ആ 7 പേരിൽ ഒരാളെ പോലെ വഞ്ചി തുഴഞ്ഞ് എത്തുമായിരുന്നുള്ളൂ. എന്നാൽ കർത്താവാണെന്ന് കേട്ടപ്പോൾ പണ്ടവൻ ഉപേക്ഷിച്ച വഞ്ചിയും വലയൊക്കെ ഉപേക്ഷിച്ചതുപോലെ ഒരിക്കൽ കൂടെ അവൻ ഉപേക്ഷിക്കുകയാണ്. അവിടെയാണ് പത്രോസിന് കർത്താവിനോടുള്ള സ്നേഹം. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി എപ്പോൾ എവിടെ വെച്ചും എന്തും ഉപേക്ഷിക്കാൻ പത്രോസ് തയ്യാറാണെന്നുള്ളതിൻ്റെ സൂചനയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒന്ന് പരിശോധിക്കുക നല്ലതാണ്. ഈ രീതിയിലാണോ നമ്മൾ കർത്താവിനെ പിന്തുടരുന്നത്? ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എനിക്കായി എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞു. പിന്നെ 2ാം പ്രാവശ്യവും അവനോട്, യോനായുടെ പുത്രനായ ശമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അവനോട്, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. യേശു അമ്പരാനോട്, നീ എനിക്കായി എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞു. 3ാം പ്രാവശ്യവും അവനോട്, യോനായുടെ പുത്രനായ ശമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 പ്രാവശ്യം ചോദിച്ചതിൽ അവൻ ദുഃഖിച്ച് അവനോട്, കർത്താവേ, നിനക്ക് സകലവും അറിയാമല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതും അറിയാമല്ലോ എന്ന് പറഞ്ഞു. യേശു അമ്പരാൻ അവനോട്, നീ എനിക്കായി എൻ്റെ പെണ്ണാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ അവനെല്ലാം നീ അറിയുന്നു എന്ന് പറഞ്ഞു. കണ്ണീരോടെ, സങ്കടത്തോടെ അവൻ പറയുകയാണ്, എന്താണ്? നീ ഇന്ന് എന്നെ കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് പറഞ്ഞു. മരിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ പത്രോസ് തള്ളിപ്പറഞ്ഞു. അപ്പോൾ പത്രോസിൻ്റെ ആ ധൈര്യത്തിൽ നിന്ന് പത്രോസിന് ഒന്നും പൂർത്തീകരിക്കാൻ സാധ്യമല്ല എന്ന് പത്രോസിന് മനസ്സിലായി. 3ാമത്തെ ചോദ്യത്തിൽ പത്രോസ് തൻ്റെ പഴയ കാര്യം ഓർത്തു. ഞാൻ നിന്നെ മരിക്കേണ്ടി വന്നാലും, നിന്നോട് കൂടെ കാരാഗ്രഹത്തിൽ അടയ്ക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ പത്രോസ് തള്ളിപ്പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് അവന് 3ാമത്തെ പ്രാവശ്യത്തിൻ്റെ ചോദ്യത്തിൽ അവൻ പറഞ്ഞു, എല്ലാം നാഥ നീ അറിയുന്നു. എൻ്റെ സ്നേഹവും എൻ്റെ ബലഹീനതയും നീ അറിയുന്നു എന്നാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഈ ബലഹീനത ചേർത്ത് പറയണം. കർത്താവേ, ഞാൻ അങ്ങയുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു, അങ്ങ് എന്നെ അയക്കുന്നിടത്തേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എൻ്റെ ബലഹീനത അവിടുന്ന് കാണുന്നുണ്ടല്ലോ. എനിക്കൊരിക്കലും എന്നിൽ തന്നെ ആശ്രയം വെപ്പാൻ ഇടയാകരുത് ദൈവമേ, അങ്ങൻ്റെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. ഇവിടെ തൻ്റെ ഉത്തരവാദിത്വം യേശു പത്രോസിനെ ഭരമേൽപ്പിച്ചു, തൻ്റെ ആടുകളെ മേയ്ക്കാൻ, സഭയെ മേയ്ക്കുവാൻ. വീടിൻ ഭരണം ശീമോന്, സുവിശേഷം യോഹന്നാന്. വീടിൻ്റെ ഭരണം, സഭയുടെ നേതൃത്വം പത്രോസിന് കർത്താവ് കൊടുത്തുവെന്ന് സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ പെണ്ണാടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക. എന്നിട്ട് പത്രോസിനോട് പറയുന്നു, നീ ചെറുപ്പമായിരുന്നപ്പോൾ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് നടക്കുകയും ചെയ്തു. എന്നാൽ നീ വൃദ്ധനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുവൻ നിൻ്റെ അരകെട്ടുകയും ഇഷ്ടപ്പെടാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോകപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അവനാകട്ടെ ഇത് പറഞ്ഞത് ഏത് പ്രകാരമുള്ള മരണത്താൽ
ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പോകുന്നുവെന്ന് സൂചിപ്പിക്കുവാനായിട്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവനോട് നീ എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. പത്രോസിൻ്റെ മരണത്തെ വരെയും കർത്താവ് സൂചിപ്പിച്ചു കൊടുത്തു. ഇന്ന് വരെയും നിൻ്റെ ചെറുപ്പം എന്നുദ്ദേശിക്കുന്നത് ആ നിമിഷം വരെയും അവൻ തന്നെ അവൻ്റെ കാര്യങ്ങളെ നിയന്ത്രിച്ച് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ മുതൽ മറ്റൊരാൾ നിന്നെ നിയന്ത്രിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ നിയന്ത്രിക്കും. നീ എങ്ങോട്ട് പോകണമെന്നുള്ളത് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. നിനക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്കും നിന്നെ കൊണ്ടുപോയി എന്ന് വരും. ഏതു വിധത്തിലുള്ള മരണമാണ് ഇനി അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നും അവിടെ തീരുമാനമായി. പ്രിയമുള്ളവരെ, നമ്മളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനാൽ നയിക്കാൻ. ഏത് വിധത്തിൽ ആണ് നമ്മളുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകേണ്ടത്? പരിശുദ്ധാത്മാവാണ് ക്രമീകരിക്കുന്നത്. യേശുവിൻ്റെ പിന്നാലെ. പ്രിയമുള്ളവരെ, 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടും വേണ്ടവണ്ണം കാര്യങ്ങൾ ഗ്രഹിക്കാതെ, 3-ാമത്തെ പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടും കർത്താവാണെന്ന് മനസ്സിലാകാതിരുന്നപ്പോഴും, അത് കർത്താവാണെന്ന് തൻ്റെ ശിഷ്യൻ സ്ലീഹായിൽപ്പെട്ട ഒരാൾ യോഹന്നാൻ പറഞ്ഞപ്പോൾ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് താൻ പിടിച്ച മീനും തൻ്റെ വഞ്ചിയെല്ലാം ഉപേക്ഷിച്ച് നീന്തി യേശുവിൻ്റെ അടുക്കൽ വന്ന പത്രോസ് എല്ലാ അർത്ഥത്തിലും നേതൃത്വത്തിലിരിക്കാൻ മിടുക്കനാണ്. നമ്മൾ ഇന്നലെ വായിച്ചു കേട്ട വേദഭാഗം അങ്ങനെയല്ലേ? പഴയ നിയമത്തിൽ ശലോമോൻ്റെ പുസ്തകത്തിൽ നിന്ന്, ന്യായപാലകന്മാരെ, നിങ്ങൾ നീതിയുള്ളവരായിരിക്കണം, നിഷ്കളങ്കമായി ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. നമ്മൾ വായിച്ചു കേട്ട ലേഖനത്തിലും അങ്ങനെയല്ലേ? സത്യം കൊണ്ട് അരമുറുക്കി, നീതിയുടെ കവചം ധരിച്ച്, സമാധാന സുവിശേഷത്തിനുള്ള പാദരക്ഷ അണിഞ്ഞ്, വിശ്വാസത്തിൻ്റെ പരിചയമെടുത്ത്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൂടെ ഒരു കാര്യവും കൂടി അവിടെ സംഭവിച്ചതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് യേശു സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാൻ അതിലെ വരുന്നത്. അപ്പോൾ പത്രോസ് ചോദിച്ചു, ഇവൻ്റെ കാര്യം എന്താകും? ഇവനെന്ത് സംഭവിക്കും? പത്രോസിൻ്റെ മരണം വരെയും വെളിപ്പെടുത്തി കൊടുത്തല്ലോ. അപ്പോൾ ഇവൻ്റെ ഭാവി എന്താകും? അത്രമാത്രം യേശുവിനെ സ്നേഹിക്കുന്ന, പത്രോസിനെ ബഹുമാനിക്കുന്ന ഒരു ശിഷ്യനായതുകൊണ്ടല്ലേ അങ്ങനെ ചോദിച്ച്. ഇവൻ്റെ കാര്യം, അവനാണല്ലോ പത്രോസിനോട് അത് യേശുവാണെന്ന് പറഞ്ഞത്. അപ്പോൾ ശിശു സമൂഹത്തിലെ ഏറ്റവും മുതിർന്നവനും ഏറ്റവും ഇളയവനും. അപ്പോൾ ഏറ്റവും മുതിർന്ന പത്രോസിന് തൻ്റെ ഏറ്റവും ഇളയ ഈ 12 പേരിൽ ഒരുവനായിരിക്കുന്ന യോഹന്നാനോട് ഒരു പിതൃവാത്സല്യം, ഒരു അപ്പൻ്റെ സ്നേഹം കാണുമായിരുന്നിരിക്കും. അതുകൊണ്ട് ചോദിച്ചതല്ല, കുശുമ്പോ കുണ്ണായ്മ കൊണ്ടോ ചോദിച്ചാവില്ല. നമ്മളൊക്കെ ചോദിക്കുമ്പോഴല്ലേ അങ്ങനത്തെ ചോദ്യമൊക്കെ ആവുമ്പോൾ, എനിക്ക് കിട്ടിയതുപോലെ ഇവന് വല്ലതും കിട്ടുമോ എന്നുള്ള ചോദ്യം നമ്മുടെ ഇടയിലാണ്. പക്ഷെ ആ പിതാവിൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ആയിരിക്കില്ല. തന്നെ ഒരു മകനോടുള്ള സ്നേഹത്തിലും വാത്സല്യത്തിലും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ചോദ്യമായിരിക്കും. പക്ഷേ യേശുവിനത് നീരസമായി തോന്നി. അത് പത്രോസിനോടുള്ള നീരസമല്ല, നമ്മളോടുള്ള ചോദ്യമാണ്, നമ്മളോടുള്ള ഇടപെടലാണ്. നമ്മളാണല്ലോ മറ്റുള്ളവരെ എന്താകണം എന്താകണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത്. ആടിനെ പട്ടിയാക്കാനും പട്ടിയെ ആടാക്കാനൊക്കെ അറിയുന്നത് നമ്മൾക്കാണല്ലോ. അതുകൊണ്ട് യേശു അവരോട് പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ ഇരിക്കണമെന്നാണ് എനിക്കിഷ്ടമെങ്കിൽ നിനക്കെന്ത്, നീ എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവനവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തതാപൂർവം നിലനിർത്തുക. മറ്റൊരാൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ആകുലപ്പെടുവാനോ മറ്റൊരാൾക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് അസൂയാലുക്കളാകാൻ ഇടയാകണ്ട. നീ നിന്നെ വിളിച്ച ജോലി ചെയ്യുക എന്ന് കർത്താവ് ഒരോർമ്മപ്പെടുത്തൽ പത്രോസിനോടായിട്ട് നമ്മളെല്ലാവരോടും സംസാരിക്കുകയാണ്. എന്നിട്ട് പുസ്തകം പറയുന്നു, യേശു ചെയ്ത അനേക കാര്യങ്ങൾ എഴുതാനുണ്ട്, പക്ഷേ ലോകത്തിന് ഉൾക്കൊള്ളാൻ ആ പുസ്തകം പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ
അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ഒരിക്കൽ കൂടെ പറയട്ടെ, പുതു ഞായറാഴ്ചയുടെ ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ച നമ്മളെല്ലാവരും ക്രിസ്തു യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ വീണ്ടും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് പുതിയൊരു ജീവിതം ആരംഭിച്ചിരിക്കുകയാണ്. ഈ നാളുകളിൽ എങ്ങും ആഘോഷമാണ്. എങ്ങും ഈ 50 ദിവസത്തെ നോമ്പെല്ലാം കഴിഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ആഘോഷങ്ങളിലാണ് എല്ലാവരും, പ്രത്യേകിച്ച് വിവാഹ ആഘോഷങ്ങളിലൊക്കെയാണ്. പള്ളികളിലൊക്കെ ആളുകൾ കുറവായിരിക്കും, ആഘോഷങ്ങളുടെ തിമിർപ്പിലാണ്. എല്ലാം ആഘോഷമാണല്ലോ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ഒരു അവസ്ഥയിലേക്ക് പോകാതെ, എല്ലാം വേണം, എല്ലാം നല്ലതാണ്, പക്ഷെ ദൈവവചനം അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മൾക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.